അമൃതവചനം. പ്രകൃതിയെ അവഗണിക്കാത്ത വികസനം. ഇന്ന് മനുഷ്യ സമൂഹം നേരിടുന്ന ഒരു വലിയ വിപത്ത് പ്രകൃതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമാണ്. അതിൻ്റെ ഫലമായി നമ്മുടെ കൃഷി നശിച്ചു, കൃഷിസ്ഥലങ്ങൾ നശിച്ചു, കുളങ്ങളും പുഴകളും കാവുകളും നശിച്ചു. നല്ല ഭക്ഷണവും നല്ല വെള്ളവും നല്ല വായുവും കിട്ടാതായി. ഭൂമിയുടെ 6% വനങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത കുറച്ചു ദശകങ്ങൾ കൊണ്ട് വനങ്ങളിലെ അവസാന വൃക്ഷവും അപ്രത്യക്ഷമാകും. സമുദ്രത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇന്ന് ജലജീവികളെ ഏറ്റവും അധികം കൊന്നൊടുക്കുന്നത് സ്രാവുകളോ തിമിംഗലങ്ങളോ ഒന്നുമല്ല, പ്ലാസ്റ്റിക് ആണ്. ആകാശം പോലും മലിനീകരണത്തിൽ നിന്ന് മുക്തമല്ല. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കറങ്ങി നടക്കുന്നത് നമുക്കിന്ന് അവഗണിക്കാനാവാത്ത ഭീഷണിയാണ്. വാഴത്തോട്ടത്തിൽ കയറിയ ആനക്കൂട്ടത്തെ പോലെ മനുഷ്യൻ ഇന്ന് പ്രകൃതിയെ ചവിട്ടി മെതിക്കുകയാണ്. ലോകത്തിൽ 100 കോടിയിലധികം ജനങ്ങൾക്ക് ശുദ്ധജലം പോയിട്ട് മാലിന്യം കലർന്ന വെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല. 20 ലക്ഷം പേരാണ് ഓരോ വർഷവും മലിനജലം കുടിച്ചിട്ടുണ്ടാകുന്ന പലതരം അസുഖങ്ങളാൽ മരിക്കുന്നത്. ഓരോ മിനിറ്റിലും ഒരു കുട്ടി വീതം ഈ വിധത്തിൽ മരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ പോക്ക് പോയാൽ ഭാവിയിൽ തൊണ്ട നനയ്ക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് സംശയമാണ്. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അഭാവം കാരണം മനുഷ്യർ വിവേകശൂന്യമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം ചെറുതൊന്നുമല്ല. മുമ്പ് ഒരു കുടുംബത്തിന് ഒരു കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 4 പേരുള്ള ഒരു ശരാശരി കുടുംബം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ 4 കാറുകൾ വരെ ഉപയോഗിക്കുന്നു. നേരത്തെ ഒരു കൂട്ടുകുടുംബത്തിൽ 50-100 ആളുകൾ താമസിക്കുമായിരുന്നു. ഇന്ന് പലരും വലിയ കൊട്ടാരം പോലുള്ള വീടുകൾ പണിയുന്നു. 2-3 പേര് മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. ഓരോ കിടപ്പുമുറിയിലും പ്രത്യേകം കുളിമുറിയുണ്ട്. അങ്ങനെ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും എത്ര ലഭിച്ചാലും മനുഷ്യന് മതിയാവുന്നില്ല. അതിനായി പ്രകൃതി വിഭവങ്ങൾ എത്ര ഉപയോഗിക്കാനും ആളുകൾ മടിക്കുന്നില്ല. സഹജീവികളെക്കുറിച്ചോ മറ്റു ജീവജാലങ്ങളെക്കുറിച്ചോ വരും തലമുറയെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. വികസനത്തിൻ്റെ പേരിൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് അതിൽ ഒരു ചിറക് മുറിച്ച് കളയുന്നതിന് തുല്യമാണ്. പ്രകൃതിയെ അവഗണിക്കാത്ത വികസനമാണ് നമുക്ക് ആവശ്യം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനം ഒരിക്കലും പൂർണ്ണമാവില്ല. വികസനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച് പല വിദേശ രാജ്യങ്ങളും അതിൻ്റെ ദോഷവശം മനസ്സിലാക്കി ഇന്ന് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും സന്തുലനം ചെയ്തു കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ വരും തലമുറകൾ ഒട്ടേറെ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം നിർബന്ധമായും വികസനത്തിൻ്റെ ഭാഗമാവണം. പ്രകൃതിയെ ആദരത്തോടെ സംരക്ഷിക്കണം. ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിലും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ഉപനിഷത്ത് പറയുന്നു. അപ്പോൾ പ്രകൃതി സംരക്ഷണം എന്നത് ഈശ്വര ആരാധന തന്നെയാണ്. എല്ലാറ്റിലും ഈശ്വരനെ കണ്ട് സേവിക്കാനാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത്. ഈ ഒരു സംസ്കാരം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും നമുക്ക് കഴിയണം.